ആദ്യത്തെ പരീക്ഷയുടെ റിസൾട്ട് വന്നു, പ്രോഗ്രസ് കാർഡുമായിട്ട് വന്നു. കണക്ക് 0, ഹിന്ദി 0, പഞ്ചാബി 0, ഇംഗ്ലീഷ് 0, വൃത്തികേടാണ്. 50 വിദ്യാർത്ഥികളുള്ളതിൽ അവരുടെ നമ്പർ 50 ആയിരുന്നു. എൻ്റെ ഹൃദയം ഒന്ന് കരഞ്ഞു. വർഷത്തിൻ്റെ അവസാനം പ്രോഗ്രസ് കാർഡ് കൊണ്ടുവന്നു. ഞാനത് വായിച്ചു വെച്ച് ഡാൻസ് ചെയ്യാൻ പറ്റും. ഞാൻ ഡാൻസ് ചെയ്യുന്ന ആളാണ് കേട്ടോ, പഞ്ചാബി. നമ്മളൊക്കെ കണ്ടു കാണും ചിലരൊക്കെ ടെലിവിഷനകത്ത്. ഞാൻ ഡാൻസ് ചെയ്തു. അപ്പോൾ അവിടെ നിന്നൊരു പഞ്ചാബി പാസ്റ്റർ ഉണ്ടായിരുന്നു. രണ്ടൊക്കെ ചോദിച്ചു, എന്തോ മോക്ക് ഫസ്റ്റ് ക്ലാസ് കിട്ടിയോ? ഞാൻ പറഞ്ഞു അല്ല, പിന്നെന്താ? അവൾ കഴിഞ്ഞ പ്രാവശ്യത്തെ റിസൾട്ടിനകത്ത് 50-നകത്ത് 50 ആയിരുന്നു അവിടെ നമ്പർ. ഇപ്രാവശ്യം 50-നകത്ത് 49 അതിൻ്റെ അർത്ഥം ഒരു കുഞ്ഞിനേക്കാൾ അവൾ മിടുക്കിയായി. അടുത്ത വർഷം 2 വർഷം കഴിഞ്ഞപ്പോൾ അവിടെ നമ്പർ 47 2 വർഷം കഴിഞ്ഞപ്പോൾ അവിടെ നമ്പർ 43 12ാം ക്ലാസ്സിലായപ്പോൾ അവിടെ ടീച്ചർ എന്നെ വിളിച്ച് പറഞ്ഞു, മാൻചന്ത എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നിൻ്റെ ഒരു കാലത്തും CBSEയിൽ 12ാം ക്ലാസ് ജയിക്കത്തില്ല, ഒരു കാലത്തും ജയിക്കത്തില്ല. ഞാൻ ഐഡിക്കലൊന്നും പറഞ്ഞില്ല, പക്ഷെ ഞാൻ അവിടെ നിന്നുകൊണ്ട് എന്നോട് തന്നെ പറഞ്ഞു, യു ഡോണ്ട് നോ മൈ ഗോഡ്, നിനക്കെൻ്റെ ദൈവത്തെ അറിഞ്ഞുകൂടാ. 0 നിന്ന് 12ാം ക്ലാസ്സിൽ കൊണ്ടുവന്ന ദൈവത്തിന് 12ാം ക്ലാസ് പാസ്സാക്കിക്കാനും എൻ്റെ ദൈവം കഴിയും. അവൾ ആ വർഷം പരീക്ഷ എഴുതിയില്ല, അവൾ പേടിയായിരുന്നു. പക്ഷെ അടുത്ത വർഷം അവൾ എഴുതി ഏറ്റവും കൂടിയ മാർക്ക് വാങ്ങിക്കുന്ന 10 വിദ്യാർത്ഥികളിൽ ഒന്നായിട്ട് അവൾ ജയിച്ചു. ഇന്ത്യയിലെ ഏറ്റവും കോളേജിൽ പോയിട്ടുള്ള BSc പാസ്സായി. ഇംഗ്ലീഷ് കോളേജ് പഠിച്ചിട്ടുള്ളവർക്ക് ഞാൻ ഈ പറയുന്നത് മനസ്സിലാകത്തുള്ളൂ. 3 വിഷയത്തിനകത്ത് അവൾ ഐച്ഛികമായിട്ട് മെയിനായിട്ട് പാസ്സായി. സൈക്കോളജി, ഇംഗ്ലീഷ് ലിറ്ററേച്ചർ, ജേർണലിസം. വലിയ പ്രയാസമുള്ളതിനകത്ത് 3 അവൾ മെയിൻ എടുത്ത് ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിക്കുന്ന വിദ്യാർത്ഥികൾ ഒന്നായി ജയിച്ചു. അവൾ അമേരിക്കയിൽ പോയി പഠിച്ചു, MSc പാസ്സായി. അമേരിക്കയിൽ നമുക്ക് PhD കിട്ടി. ഇന്ന് അവളുടെ പേര് ഡോക്ടർ ആനി വർഗീസ്, ഡയറക്ടർ സൈക്കോളജി ഡിപ്പാർട്ട്മെൻറ്റ്, ബെയ്ലർ യൂണിവേഴ്സിറ്റി, ടെക്സസ്. അവിടെ കീഴിൽ 35 സാഹിബ്മാരും മദാമ്മമാരും ജോലി ചെയ്യുന്നുണ്ട്.